സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ക്ഷേമത്തിന് യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന മികച്ച പ്രഖ്യാപനങ്ങളാണ് 2026-27 ബഡ്ജറ്റിലുള്ളത്. നിയന്ത്രണങ്ങൾക്കിടയിൽ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും താഴെത്തട്ടിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കും അസംഘടിത തൊഴിലാളികൾക്കും വലിയ പിന്തുണയാണ് ബഡ്ജറ്റ് ഉറപ്പാക്കുന്നത്. ഓണററി വേതന വർധനവ്. വിവിധ മേഖലകളിലെ ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഡ്ജറ്റിൽ വേതന വർധന പ്രഖ്യാപിച്ചു. അംഗനവാടി ആശാ വർക്കർ ഇവരുടെ പ്രതിമാസ ഓണററി 1000 രൂപയുടെ വർധന പ്രഖ്യാപിച്ചു. അംഗനവാടി ഹെൽപ്പർ പ്രതിമാസ ഓണററി 500 രൂപ പ്രഖ്യാപിച്ചു. പ്രീ പ്രൈമറി അധ്യാപകർ, സാക്ഷരതാ മിഷൻ പ്രേരകർ ഇവരുടെ വേതനത്തിൽ പ്രതിമാസം 1000 രൂപ വർധനവ്. സ്കൂൾ പഞ്ചായത്ത് തൊഴിലാളികൾക്ക് 25 രൂപയുടെ വർധനവ്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ്. യുവജനങ്ങൾക്കിടയിലെ തൊഴിലായി പരിഹരിക്കുന്നതിന് അവർക്ക് പരിശീലനം നൽകുന്നതിനുമായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചു. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള അഭ്യസവിദ്യരായ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് പരിശീലന കാലയളവിൽ പ്രതിമാസം 1000 രൂപ ലഭിക്കും. ഇതിനായി 400 കോടി രൂപ നീക്കിവെച്ചു. കർമ്മചാരി സ്കീം. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ കൂടി ലഭ്യമാക്കുന്നതിന് തൊഴിലുടമകളുമായി സഹകരിച്ചുള്ള പുതിയ പദ്ധതിയാണിത്. വിദേശ തൊഴിലവസരങ്ങൾ. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിനായി 500ഓളം വിദ്യാർത്ഥികളെ അയക്കും. ഇതിനായി ഇൻഡോ ജർമ്മൻ ട്രെയിനിങ് ഫെയർ ഫെബ്രുവരി നടത്തും. നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ. ചാലയിൽ 45 കോടി രൂപ ചെലവിൽ സ്കീമിൽ കോംപ്ലക്സ് മാർച്ച് അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യും. കൊല്ലം കുന്നിനകത്ത്. ചാല എന്ന് പറഞ്ഞാൽ നിയമമണ്ഡലത്തിലാണ്. കൊല്ലം കുന്നിനകത്ത് മോഡൽ കരിയർ സെൻ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മികച്ച സുരക്ഷ ഉറപ്പാക്കാൻ പദ്ധതികൾ. അപകട ഇൻഷുറൻസ്. വേതന സംരക്ഷണ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് ലഭിക്കും. ഇതിലേക്കുള്ള തൊഴിലാളി വിഹിതം പ്രതിവർഷം 150 രൂപ മാത്രമായിരിക്കും. ഗിഗ് തൊഴിലാളികൾക്ക് ഡെലിവറി ആപ്പുകൾ വഴി ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികളുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 20 കോടി രൂപ. ഫാക്ടറി തൊഴിലാളികൾക്കായി ആപ്പ്. ഫാക്ടറി തൊഴിലാളികൾക്ക് പരാതികൾ നൽകുന്നതിനായി 12 ഭാഷകളിൽ പ്രവർത്തിക്കുന്ന പുതിയ മൊബൈൽ ആപ്പ് ഫെബ്രുവരി 3-ാം വാരത്തോടെ പുറത്തിറക്കും.